കർക്കിടക രാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയാണ്, ചിങ്ങമാസം തൊട്ട് കർക്കിടകം വരെയുള്ള സമയം എങ്ങനെയാണ്? അപ്പോൾ കർക്കിടക രാശിയിൽ പെടുന്നത് പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം. ഈ രണ്ട് രാശിയിലുള്ളവർക്ക്, ഈ ഇത്രയും നക്ഷത്രക്കാർക്ക്, അതായത് ഈ കർക്കിടക രാശിയിലുള്ളവർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ അത്ര കണ്ട് നല്ല സമയമല്ല. സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കണ്ടകശനി, അഷ്ടമശനി ഉണ്ടായിരുന്നു. ശനിയെല്ലാം മാറി, ഇപ്പം ശനിയില്ല. പക്ഷേ വ്യാഴം 12 നിൽക്കുകയാണ്. വ്യയസ്ഥാനത്ത് വ്യാഴഭഗവാൻ സഞ്ചരിച്ച് നിൽക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. 12 വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യാഴം രാശിചക്രത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഗ്രഹമാണ്. എന്തുകൊണ്ട് വ്യാഴത്തിനെ അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നോക്കിയാൽ, വ്യാഴഭഗവാനെ വളരെ നമുക്ക് പേടിക്കണം. ധനത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹം ആയതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പലതരത്തിൽ സാമ്പത്തിക തകർച്ചകൾ വരും, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വ്യാഴഭഗവാനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഈ ഒരു വർഷം, പുതുവർഷം സൂക്ഷിക്കണം. എടുത്തു ചാടി ബിസിനസ്സിലാവട്ടെ, അല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആവട്ടെ, ആരെങ്കിലും പൈസ വല്ലതും വായ്പയായിട്ട് ചോദിച്ചാൽ കൊടുക്കുന്നതാവട്ടെ, വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളെ കയ്യിരിക്കുന്ന പൈസ പോവും, പൈസ തിരിച്ചു വരത്തില്ല. വ്യയസ്ഥാനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വ്യയമായി പോവും, ബ്ലോക്കായി പോവും. അപ്പോൾ അത് വരാതെ സംരക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോകണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് അറിഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാം. പൈസ നല്ല കാര്യത്തിലാണ് പേടിക്കേണ്ടത്. അപ്പോൾ പൈസ പോകാതെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതിനു വേണ്ടി ചെയ്യേണ്ടത്, വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദേവത വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. ധനം പോകാതിരിക്കാൻ വേണ്ടി മഹാസുദർശന യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ നമുക്ക് ഈ ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നം അങ്ങ് തീർന്നാൽ ആ പ്രശ്നം വേറെ ഇല്ല. ബാക്കി ശനിയോ മറ്റാരും ഇല്ല. വ്യാഴഭഗവാൻ നമുക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നിടത്ത്, കടം കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ വേണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങളിൽ ചെന്നുപെട്ട് സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ ഇടവരുന്ന കാലഘട്ടമാണ്.